ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു ചെറിയ മോർണിംഗ് വ്ളോഗാണ്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ അടുക്കളയിൽ വന്നിട്ട് ഇതേപോലെ ഒരു ഗ്ലാസ് ചിയാ സീഡ് കുടിക്കാമെന്ന് കരുതി. ഇടയ്ക്ക് 2-3 ദിവസമൊക്കെ കൂടുമ്പോഴേ കുടിക്കുള്ളൂ കേട്ടോ, മറന്നു പോകും. അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച പുതിയൊരു ബോട്ടിൽ ചിയാ സീഡ് വാങ്ങിച്ചായിരുന്നു. അപ്പോൾ അതൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെച്ച ടൈം കൊണ്ട് ഹെസക്കുട്ടി എണീറ്റ് പോകുന്നു. അപ്പോൾ ഇപ്പോൾ രണ്ടുപേരും കുറച്ച് ലേറ്റായിട്ടൊക്കെയാണ് എണീക്കണമെങ്കിലും ചില സമയത്ത് ഹെസക്കുട്ടി ആദ്യം എണീറ്റ് പോരും. അപ്പോൾ ഉറക്കം മുഴുവനായിട്ട് മാറാത്ത കാരണം ഞാനൊന്ന് തോളത്ത് കിടത്തി ഒന്ന് ഉറക്കിയിട്ട് വീണ്ടും അവിടെ കൊണ്ടേ കിടത്തി. ഇപ്പം ഭയങ്കര ചൂടായത് കാരണം ഞാനും പിള്ളേരും താഴെയാണ് കിടക്കുന്നത്, ചേട്ടൻ മാത്രം ബെഡിൽ കിടക്കുള്ളൂ കേട്ടോ. അങ്ങനെ ഹെസക്കുട്ടീനെ അവിടെ കിടത്തിയിട്ടും അടുക്കളയിൽ ചെന്നപ്പോഴേക്കും ചിയാ സീഡ് നന്നായിട്ട് സോക്കായൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അത് കുടിച്ച് കഴിഞ്ഞിട്ടാവാം ബാക്കി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യില്ലേ. അങ്ങനെ ഞാനത് പതിയൊക്കെ കുടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അടുക്കളയിലേക്ക് ചെന്നു. ശരിക്കും രാവിലെ ഈ പലഹാരം ഉണ്ടാക്കൽ ഭയങ്കര ഒരു സംശയമുള്ള കാര്യമാണ്. എന്തുണ്ടാക്കും എന്നൊക്കെ ഉള്ളൊരു ഭയങ്കര ചിന്തയിലാണ് രാവിലെ തന്നെ എണീറ്റ് വന്നത്. അപ്പോൾ ഇന്ന് ഗോതമ്പ് പൊടിയൊക്കെ തീർന്നിരിക്കുന്ന കാരണം പിന്നെ കുറച്ച് പൊൻകതിരിൻ്റെ പൊടി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അമ്മച്ചിയും പറഞ്ഞു പുട്ടുണ്ടാക്കാമെന്ന്. അപ്പോൾ ഇത് നമ്മൾ 1 ഗ്ലാസ് പൊടിക്ക് 1 ഗ്ലാസ് വെള്ളം, അങ്ങനെയാണ് ഇതിൻ്റെ കണക്ക്. അപ്പോൾ അതൊന്ന് കുഴച്ച് വെച്ചതിന് ശേഷം നമ്മൾ തേങ്ങ ഒതുക്കാനായിട്ട് പോയിട്ട്, അപ്പോൾ താഴെയൊക്കെ കിടന്ന് മുറ്റത്ത് വെറുതെ കിടന്നിട്ട് വെയിൽ കൊണ്ട് തേങ്ങയൊക്കെ ഉണങ്ങണ കാരണം അപ്പോൾ ഇതേപോലെ ഒരു ചാക്കിനകത്താക്കി വെച്ചു. അങ്ങനെ അതിൽ നിന്ന് നമ്മൾ ആവശ്യത്തിന് തേങ്ങ എടുത്തിട്ട് പൊതിക്കുകയാണ് ചെയ്യാറ്. അങ്ങനെ അതൊക്കെ പൊതിച്ച് റെഡിയാക്കി എടുത്തിട്ട് വന്നിട്ട് നമ്മൾ ഇതേപോലെ ഗ്ലാസ്സിൽ വെള്ളം, ചേട്ടന് ഭയങ്കര കാര്യമാണ് വെള്ളം കുടിക്കൽ. അങ്ങനെ ഞാനൊന്ന് പയ്യെ ടേസ്റ്റൊക്കെ നോക്കിയായിരുന്നു, മധുരം ഉണ്ടോ ഇല്ലേ എന്നൊക്കെ. വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അങ്ങനെ ചേട്ടക്കും ബാക്കി കൊടുത്തിട്ട് ഞാൻ പിന്നെ തേങ്ങ ചെണ്ടാനായിട്ടിരുന്നു. അപ്പോഴേക്കും എസക്കുട്ടി ഒന്ന് ഉഷാറായി. പിന്നെ ചായ വേണമെന്നൊക്കെ പറഞ്ഞ് എസക്കുട്ടിക്കും 1 ഗ്ലാസ് ചായയൊക്കെ കൊടുത്തിട്ടോ. അങ്ങനെ ഇനി തേങ്ങയൊക്കെ ചിരണ്ടിയിട്ട് വേണം ബാക്കി പുട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. നമ്മുടെ അടുക്കളയിൽ ഇതേപോലെ ഒരു ബെഞ്ച് ഇട്ടേക്കണത് കാരണം ഇതുമിരുന്നാട്ട് സ്ഥിരമായിട്ട് തേങ്ങയൊക്കെ ചിരണ്ടാറ്. പിന്നെ എല്ലാവരും ഇങ്ങനെ വർത്താനമൊക്കെ പറയാനായിട്ട് രാവിലെ തന്നെ ഇങ്ങനെ ഇരിക്കും. അതൊരു പ്രത്യേക രസമാണ് കേട്ടോ. എല്ലാവരും കൂടി ഒരുമിച്ച് ഇങ്ങനെ അടുക്കളയിൽ ഉണ്ടാവും രാവിലെ സമയത്ത്. കുറേ വർത്താനങ്ങളും വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ പോകും. അപ്പോൾ പിന്നെ അടുക്കളയിൽ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം, നമുക്കും വലിയ ബോറടിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്നും അതിൻ്റെ ഇടയിൽ പണികളും എല്ലാം നടക്കും. അപ്പോൾ ഇന്നലെ രാത്രി അമ്മച്ചി പയർ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു, പുട്ടിന് പയറെടുക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പയ്ക്ക് കൂടുതലും പഴമാണ് ഇഷ്ടം, പക്ഷെ പഴം ഉണ്ടായിരുന്നില്ല, പോയിട്ട് കിട്ടിയില്ല. അപ്പോൾ എന്തായാലും പയർ തന്നെ കൊടുക്കാമെന്ന് കരുതി. ഇനിയിപ്പോൾ പുട്ടൊന്ന് നന്നായിട്ട് ആദ്യം ഒന്ന് കുഴച്ചെടുത്തിട്ട് വേണം പിന്നെ തേങ്ങയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ശരിക്കും പൊൻകതിരി പൊടിയാണെന്നുണ്ടെങ്കിലും നമ്മളൊന്ന് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണമെങ്കിൽ നല്ല പൊടിയായിട്ട് കിട്ടും കേട്ടോ. പിന്നെ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള പുട്ടുകളുണ്ട്. ഇപ്പം നമ്മൾ കടയിലേക്ക് പുട്ടാക്കുന്നതിൻ്റെ കൂടെ തന്നെ ഉള്ളിൽ പല പല മിക്സും കാര്യങ്ങളൊക്കെ ഇടുന്നതൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഞാനിതുവരെ അങ്ങനെ വെറൈറ്റി ആയിട്ടൊന്നും പരീക്ഷിച്ചിട്ടില്ല, പരീക്ഷിക്കണമെന്ന് വിചാരിക്കും, പക്ഷേ പറ്റിയിട്ടില്ല കേട്ടോ. അങ്ങനെ 2 അടുപ്പിലും നമ്മൾ 2 സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒന്ന് മാറ്റിയിട്ട് വേണം നമുക്ക് പാല് വെക്കാനായിട്ട്. ഞാൻ അപ്പുറത്ത് പോയിട്ട് തിരിച്ചു വന്നപ്പോഴേക്കും അമ്മച്ചി പയറ് വെന്തത് മാറ്റിയിട്ട് ചായക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. പിള്ളേർ രാവിലെ തന്നെ എണീക്കുമ്പോൾ തന്നെ അവർക്ക് പാൽ ചായ കുടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവരിട്ടേക്കണ പേര് മഞ്ഞച്ചായ എന്നാണ്. അപ്പോൾ രാവിലെ 2 പേരും കൂടി ചോദിക്കും അമ്മ മഞ്ഞച്ചായ ഉണ്ടാകുന്നുള്ളത്. ഈ ഒരു കളർ കണ്ടിട്ടായിരിക്കും കേട്ടോ അങ്ങനെ ചോദിക്കണത്. അങ്ങനെ ബേബി അമ്മക്ക് കുറച്ച് മധുരമില്ലാത്തത് മാറ്റിയതിന് ശേഷം ബാക്കിയിൽ മധുരമൊക്കെ ഇട്ടിട്ട് പിള്ളേർക്ക് കുറച്ച് ഹോർലിക്സ് ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട്. അങ്ങനെ അതൊക്കെ ഇട്ടിട്ട് 1 ഗ്ലാസ് ചായ രാവിലെ 2 പേരും കഴിക്കും. അതിന് ശേഷമാണ് പിന്നെ ഭക്ഷണമൊക്കെ കഴിക്കാറ് കേട്ടോ. അങ്ങനെ നമ്മുടെ പയർ വെന്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അമ്മച്ചി അതൊക്കെ ഒന്ന് താളിച്ച് സവാളയും കറിവേപ്പിലേക്ക് ഇട്ട് ഒന്ന് താളിച്ച് പയർ കറി ഒന്ന് റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ആ ടൈം കൊണ്ട് ഞാൻ ആദ്യം വെച്ച പുട്ടൊന്ന് മാറ്റിയിട്ട് അടുത്ത ട്രിപ്പ് പുട്ടും കൂടി അതിനകത്തേക്ക് എടുത്ത് വെച്ചായിരുന്നു കേട്ടോ. ഡാനിക്കുട്ടന് പിന്നെ പൊതുവേ ഈ ഒരു പച്ചക്കറിയൊക്കെ തീറ്റിക്കാനായിട്ട് ഭയങ്കര പാടുള്ള കാര്യമാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് വെക്കേഷൻ വന്നേക്കുന്നത് കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. സാധാരണ അവർക്ക് ക്ലാസ്സുള്ള ടൈമിലാണെന്നുണ്ടെങ്കിൽ സ്കൂളിൽ ഉച്ച സമയത്ത് അവർക്ക് എന്തായാലും വെജിറ്റബിൾസ് ആയിരിക്കും. അപ്പോൾ അത് കാരണം ഒരു നേരമെങ്കിലും തിന്നും എന്നുള്ളൊരു ആശ്വാസം നമുക്കുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇടയ്ക്ക് പച്ചക്കറിയൊക്കെ കൂട്ടി തന്നെ മാക്സിമം ചോറ് കൊടുക്കും കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ അവർക്ക് അതിനോടൊരു ഇഷ്ടമില്ലാത്ത പോലെയാവും. അങ്ങനെ 2 പേരെയും പല്ലൊക്കെ തേപ്പിച്ച് ഒന്ന് ഫ്രഷ് ആക്കിയതിന് ശേഷം എസക്കുട്ടിക്ക് മുടി ഒത്തിരി ഇങ്ങനെ ഫ്രണ്ടിലേക്ക് കിടക്കുന്നത് കാരണം മുടിയൊക്കെ ഒന്ന് കെട്ടിക്കൊടുത്തിട്ട്, അപ്പോൾ അവൾ എവിടെയെങ്കിലും പോകുകയാണെന്ന് വിചാരിച്ച് പൊട്ടൊക്കെ തുറണമെന്ന് പറഞ്ഞ് അവൾ പൊട്ട് തൊട്ടു. അപ്പോൾ തന്നെ എന്നെയും പൊട്ട് പിടിക്കും കേട്ടോ. പക്ഷെ കറക്റ്റായിട്ട് തൊട്ടുള്ളൂ കേട്ടോ. അതവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം ആയതുകൊണ്ടായിട്ടാണെന്ന് തോന്നണം, അവൾ കറക്റ്റായിട്ട് പൊട്ടൊക്കെ തൊട്ട് തരും. പിന്നെ വെക്കേഷൻ ആയത് കാരണം 2 പേരെ മാനേജ് ചെയ്യൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ചേട്ടനും കൂടി ഉള്ളത് കാരണം എനിക്ക് ഒരാശ്വാസമാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ സ്ട്രോമിൽ പോയപ്പോൾ അവിടെ വെച്ചെടുത്ത ഫോട്ടോ ആണ്. അപ്പോൾ അവരപ്പം തന്നെ നമുക്കത് ഫോട്ടോ ആക്കി തന്നായിരുന്നു. ചേട്ടൻ കഴിഞ്ഞ ദിവസം പറൂർ പോയപ്പോൾ അത് ജസ്റ്റ് ഫ്രെയിം ചെയ്യിപ്പിച്ചായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് വന്ന് പിറ്റേ ദിവസം തന്നെ 2 പേർക്കും
ചെറിയ രീതിയിൽ കോൾഡ് വന്നു. അപ്പോൾ ഇപ്പോൾ 2 ദിവസമായി ഞാനപ്പോൾ ഈ ഒരു കോൾഡിൻ്റെ മരുന്ന് കൊടുക്കുന്നുണ്ട്. ഡാനൊരു പിന്നെ കുഴപ്പമൊന്നുമില്ല കേട്ടോ, അവന് ഇത്തിരി കൂടി വലുതായത് കാരണം കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷേ ഹേസയ്ക്ക് കൊടുക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവൾക്ക് കുറേ സമയം എടുക്കും കഴിക്കാനായിട്ട്. വീഡിയോയിൽ ഇപ്പോൾ പെട്ടെന്ന് കഴിക്കുന്ന പോലെ തോന്നും, പക്ഷേ കുറച്ച് സമയം എടുത്തിട്ടാണ് കേട്ടോ അത് കഴിച്ചത്. എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട് അവൾ ഉണ്ടാക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില സമയത്ത് ഇത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ അവൾ വോമിറ്റ് ചെയ്യും. വോമിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിച്ച ഭക്ഷണങ്ങളെല്ലാവരും അവൾ വോമിറ്റ് ചെയ്ത് കളയും. പക്ഷേ വലിയ കുഴപ്പമുണ്ടായില്ല. അത് തന്നെ ഞാൻ ഭക്ഷണത്തിന് മുന്നേ പരമാവധി മരുന്ന് കൊടുക്കും. ആനക്കുട്ടിന് ഞാൻ മീൻകറിയാണ് എടുത്തത് ഇന്നലെ വൈകുന്നേരത്തെ. ഏസക്കുട്ടിക്ക് പിന്നെ ഇപ്പോഴൊന്നും കഴിക്കില്ല, അവൾ കുറച്ച് കഴിയും. അങ്ങനെ ഞങ്ങൾ വീഡിയോ അവിടെ വെച്ചേക്കണ കണ്ടിട്ട് ഒരാൾ വന്ന് ഫോൺ എടുത്ത് കളിക്കാൻ വേണ്ടി എടുത്തതാണ്. അത് ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീണിട്ടോ. അങ്ങനെ വീണ്ടും അവൾ തന്നെ ഫോണൊക്കെ അവിടെ എടുത്ത് വെച്ചു. അപ്പോൾ ഡാനിക്കുട്ടിന് പയറ് അധികം വലിയ കാര്യമില്ലാത്ത കാരണം ഞാൻ എടുത്തില്ല, തിന്നൂലെന്ന് അറിയാവുന്നതുകൊണ്ട് പിന്നെ എടുക്കണ്ടല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അപ്പോൾ എനിക്ക് രാവിലെ തന്നെ ഒരു കേക്കിൻ്റെ ഓർഡർ വന്നായിരുന്നു വൈകുന്നേരത്തേക്ക് കൊടുക്കാനായിട്ട്. പിന്നെ ഞാൻ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ടും കേക്കിൻ്റെ പണിക്കായിട്ട് നിന്നു. അപ്പോൾ ബാക്കി ഉച്ചക്കലത്തേക്ക് ഇനിയിപ്പോൾ സാമ്പാർ വെക്കണം. അപ്പോൾ അതൊക്കെ കഷ്ണമൊക്കെ അരിഞ്ഞൊക്കെ റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഹേസക്കുട്ടിക്ക് എവിടെ നിന്നോ ഒരു നെയിൽ പോളിഷൊക്കെ കിട്ടി, താഴെ ഇരുന്ന് അതൊക്കെ കയ്യിലും കാലുമൊക്കെ എടുത്ത് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ കേക്കിൻ്റെ പണിയൊക്കെ ചെയ്യട്ടെ. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.